ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരതി എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയം വിവേക് പറയണം, അവൾ പുറത്ത് നിൽക്കുന്നുണ്ട്, അവൾക്ക് നിൻ്റെ മുന്നിലോട്ട് വരാൻ പേടിയാണെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി നന്ദിനി ഇനി പോയി ആരതിയെ വിളിച്ചു കൊണ്ടുവന്നേ എന്ന് സൂര്യ പറയാണ്. അങ്ങനെ സൂര്യയുടെ വാക്കുകൾ കേട്ട് പുറത്തോട്ട് ചെല്ലുമ്പോൾ ആരതി കാണാൻ വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി നിൽക്കുന്നത് കേട്ടോ. എന്താ ആരതി ഇവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ആരതി അകത്തോട്ട് വിളിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ. ഇതേ സമയം ആരതി ഓടി വന്ന് സൂര്യയുടെ കാലിൽ വീണ് മാപ്പ് പറയണേ, എന്നോട് ക്ഷമിക്കണം, ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞ ഒരു ഏട്ടനോട് പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ എൻ്റെ ആരതി നീ ഒന്ന് നിർത്തിക്കാൻ നിൻ്റെ കരച്ചിൽ. അയ്യോ ഏട്ടനെ പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം, പക്ഷേ എങ്കിലും കൂടി ഏട്ടൻ എന്നോട് ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് ഏട്ടനോട് ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തു എന്നുള്ളത് നന്നായി അറിയാം, അതുകൊണ്ട് ഏട്ടാ എന്നൊക്കെ പറയുമ്പോൾ മതി, നിർത്താരുത്, ഇനി നിർത്ത്, നിൻ്റെ സാഹചര്യം അതെനിക്ക് നന്നായി അറിയാം. സ്വന്തം ഭർത്താവിനെ ജയിലിനുള്ളിൽ കിടന്ന് മർദ്ദിക്കുമ്പോൾ ഏതൊരു പെണ്ണും ചെയ്യുന്ന കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. അതിന് ഇത്ര വിഷയമൊന്നും ആക്കാനില്ല, അത് ഇത്ര പറയാനുമില്ല. നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കാൻ മാർഗമെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. അത് നീ ചെയ്തു, പക്ഷെ ചെയ്ത് തെറ്റാണെന്നുള്ള കുറ്റബോധം നിന്നിലുണ്ടായിരുന്നല്ലോ, അത് മതി, അത്രയും മതി. എന്നാലും എൻ്റെ ഏട്ടൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഏട്ടനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതല്ലേ ഞാൻ ചെയ്തത്. അത് പറഞ്ഞു കൊടുത്തന്നെ എന്തായിരുന്നു നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവാത്ത, നീ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ഒരിക്കലും തെറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് വിവേകിനെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ വിവേക് പറയാണ്, സൂര്യ എന്നാലും നിന്നോട് നീ സെല്ലിൽ കിടന്ന് മർദ്ദനം ഏൽക്കുമ്പോൾ നിൻ്റെ ഭാര്യ ചെയ്തത് ശരി തന്നെയാണ്. എന്നാലും സൂര്യ നീ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നിന്നോട് ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ഫോൺ അടിച്ചെടുക്കണം കേട്ടോ. മേലാൽ എടുക്കാതിരുന്നാലായിരിക്കും എൻ്റെ സ്വഭാവം മാറുന്നത്, അതായിരിക്കും നിങ്ങൾ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഉപദേശങ്ങളൊക്കെ ഒത്തിരി മനസ്സിന് ആശ്വാസമാവാണ് ആരതിക്കും വിവേകിനും കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്നറിയാതെ ആകെ ഒരുമാതിരി കിളി പോയ പോലെ ഇരിക്കുകയാണ് പത്മയും അവരും കേട്ടോ. പിന്നീട് ആരതിയോട് ആരതി പറയാണ്, ശരി ഏട്ടാ ഞങ്ങൾ പോട്ടെ, എന്നാൽ നിങ്ങൾ പോയിക്കോ, എന്തായാലും ഞാൻ എപ്പോൾ ഫോൺ അടിച്ചാലും നിങ്ങൾ എടുത്തിരിക്കണം, അല്ല എങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ എന്നും പറഞ്ഞ് സൂര്യ പറഞ്ഞു വിടുമ്പോൾ നന്ദിനി പറയാം, ഞാൻ ഇവരെ പറഞ്ഞയച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് താഴോട്ട് ചെല്ലുകയാണ് കേട്ടോ. താഴോട്ട് ചെല്ലുമ്പോൾ പത്മ ചോദിക്കണം, എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നു? അപ്പോഴേക്കും എന്തരച്ച് ചോദിക്കാം, എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നു? അങ്ങനെ അങ്ങ് പെട്ടെന്ന് പോയാൽ ശരിയാവുമോ? അത് കേട്ട ഉടൻ തന്നെ ഞങ്ങൾ സൂര്യ പറഞ്ഞിട്ട് വന്നതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്, മാത്രമല്ല വീട്ടിൽ ഒത്തിരി പണിയുണ്ട്, അപ്പോൾ വീട്ടിലെ പണിയിട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരുന്ന ആവശ്യം എന്താ? അത് ഞങ്ങളുടെ സൂര്യ ഞങ്ങളോട് വരാൻ പറഞ്ഞു, അപ്പോൾ അതിന് മുന്നിൽ ഞങ്ങൾക്കൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയാം കേട്ടോ. എന്നാൽ ശരി ഞങ്ങൾ പോട്ടെ, ആയിക്കോട്ടെ. അപ്പോഴേക്കും വിവേകിനെ പത്മ വിളിക്കാൻ, എന്താ നിന്നോട് അവൻ ചോദിച്ചത്? എന്നോട് ചോദിച്ചത് സെല്ലിൽ കിടന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു, എന്നിട്ട് അതിന് നീ കറക്റ്റ് മറുപടി കൊടുത്തില്ല, പിന്നെ അത് കൊടുക്കുമല്ലോ എന്നും പറഞ്ഞ് വിവേകം അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പത്മയ്ക്ക്. അപ്പോൾ പത്മയുടെ മുന്നിൽ ഇന്ദ്രജ് പറയാണ്, കണ്ടില്ല അമ്മേ അവരുടെ സ്വഭാവം പുറത്തു വന്നിരിക്കുന്നത്, അവർ സെല്ലിൽ കിടന്ന് കൊടുക്കുമല്ലോ എന്ന് പറയുന്നത് അത് ഒരുമാതിരി കുത്തിയത് പോലെയല്ലേ? അപ്പോഴേക്കും വിജയ് പറയും, എന്താ സംശയം, വിവേക് അത് കുത്തിയും കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്, നമുക്കിട്ടൊരു പണി തന്നത് തന്നെയാണ്, അത് നമുക്ക് നന്നായി അറിയാം. എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ, ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താ ഹാൻഡിയുടേത്? അത് കേട്ട ഉടനെ ആര് കുത്തിയാലും ആരെന്ത് ചെയ്താലും എവിടെ പോലെ പോകാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ പറഞ്ഞയക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നന്ദിനി. അപ്പോൾ ആരതി പറയാണ്, എൻ്റെ നന്ദിനി നീ നല്ല സൂക്ഷിക്കണം, ഇനി പഴയതുപോലെയല്ല, അവരുടെ സംസാരത്തിൽ എന്തൊക്കെയോ പ്ലാനുകളും പദ്ധതികളുമുണ്ട്, അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, നീ എന്തുണ്ടെങ്കിലും സൂര്യയോട് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് സൂര്യയോട് ആരതിയും വിവേകും കൂടി പറയുന്നുണ്ട്, നന്ദിനിയെ ഇനി ഒരു തരത്തിൽ വിഷമിപ്പിക്കരുത്, അവൾ ഒരുപാട് ദുരിതം അനുഭവിച്ചു, അതുകൊണ്ട് സൂര്യ നിൻ്റെ കട്ടൊക്കെ അവളെ നിർത്തിക്കൊള്ളണം, അത് പിന്നെ പറയാനുണ്ടോ, ഇവളെൻ്റെ ഭാര്യയല്ലേ, ഇവൾ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോവുകയാണ്. പിന്നീടാണെങ്കിൽ നന്ദിനി അടുക്കളയിലോട്ട് കയറുകയാണ്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ ഈ സമയം രാജ് ചോദിക്കുകയാണ്, എന്തായാലും വിവേകും ആരതിയും വന്നപ്പോൾ സൂര്യ സാറിന് ഒത്തിരി സമാധാനമായി ഉണ്ടാവില്ലേ? അത് പിന്നെ പറയാനില്ലല്ലോ, അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം അത്ര വിലപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് അവരുടെ സ്നേഹം അത്രയാണെന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്തായാലും അവർ തമ്മിലുള്ള സ്നേഹം വിലപ്പെട്ടതാണെങ്കിലും ഞാനൊരു ജ്യൂസ് കൊടുത്തിട്ട് വരട്ടെ സൂര്യ സാറിന്, അതില്ലെങ്കിൽ നീ കൊണ്ടു കൊടുക്കുമോ? എന്താ എൻ്റെ രാജോട്ട ഈ പറയുന്നത്, ഞാനിവിടെ പണിയിലല്ലേ, ഈ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ജ്യൂസ് കൊണ്ടു കൊടുക്കാൻ പോവാനാ? രാജോട്ട
രാജുവേട്ടൻ പോയി കൊണ്ടു കൊടുത്തോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രാജുവിനെ ജ്യൂസ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ സൂര്യയാണെങ്കിലും മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുരേഷ് സാർ എന്ന് പറഞ്ഞ് വിളിക്കുക, വാ രാജുവേട്ടാ, എന്താ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങ് വന്നേ, ഞാനൊരു ജ്യൂസ് കൊണ്ടുവരാൻ വന്നതാ, ഇതിപ്പോൾ ശരീരത്തിന് നല്ലതാണ്, ആണോ, എന്നങ്ങ് താ എന്ന് പറഞ്ഞ് കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ, അതൊക്കെ പറ. അതെ എൻ്റെ സൂര്യ സാർ, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ സൂര്യക്കുഞ്ഞ്, ഒരു കാര്യം നീ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് കേട്ട ഉടനെ എന്താ രാജുവേട്ടാ? അതെ, നമ്മുടെ നന്ദിനി കാണുന്നത് പോലെയൊന്നുമല്ല കേട്ടോ, ഒരു പുലിക്കുട്ടിയാണ്. അതെന്തപ്പം നീ അങ്ങനെ പറയാൻ? സൂര്യക്കുഞ്ഞ് ആസ്പത്രിയിൽ കിടക്കുന്ന സമയത്ത് നന്ദിനി ഇന്ദ്രജയെ അടിച്ചു. എന്ത്, ഇന്ദ്രജയെ അടിച്ചെന്നോ? അതെ, ഇന്ദ്രജയെ അടിച്ചു. എന്തിനടിച്ചു, എങ്ങനെ അടിച്ചു? നന്ദിനി അടിച്ചെന്ന്. ഈശ്വരാ, എനിക്കെൻ്റെ രോമങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പിടിച്ച് നിൽക്കുന്നു. ഈ പറയുന്നത് സത്യമാണോ? അതെ, നന്ദിനി ഇന്ദ്രജ മാഡത്തിനെ അടിച്ചു. അതെന്തിനടിച്ചു? രാജുവേട്ട കാര്യങ്ങളൊക്കെ പറ എന്ന് പറയണേ. അത് പിന്നെ ഇന്ദ്രജ മാഡം അവിടെ നിൽക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്ദിനിയെ ചൂടാക്കാൻ നോക്കിയപ്പോൾ നന്ദിനി കുഞ്ഞിനെ അങ്ങ് ദേഷ്യം പിടിച്ച് നന്ദിനി എൻ്റെ അടിച്ചു എന്ന് പറയട്ടോ. ആഹാ, എന്ത് രസം! ഈശ്വരാ, ആ കാഴ്ച എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അത് സൂര്യ സാറിനോടുള്ള സ്നേഹം കൊണ്ടാണ്. സൂര്യ സാറിനെ കുറിച്ച് ഓരോന്ന് പറയുമ്പോഴും മാത്രമല്ല നന്ദിനിയുടെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നന്ദിനിക്ക് ദേഷ്യം സഹിക്കാനാവാതെ അടിച്ചതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നം, ശരിക്കും അടിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നത്, വിഷുവിൻ്റെ സമയത്ത് നമ്മൾ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തില്ലേ? ഓ, നമ്മൾ പടക്കം പൊട്ടിച്ച്. അതിനിടയ്ക്ക് ആ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഇന്ദ്രജ മാഡം സൂര്യ സാറിനെ കൊല്ലാൻ വേണ്ടി മുന്നിലോട്ട് പടക്കം എറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നന്ദിനി അടിച്ചത്. എന്നാൽ ഇന്ദ്രജ ആണെങ്കിലോ ആ തെറ്റ് നന്ദിനിയുടെ അച്ഛൻ്റെ പേരിലിടാൻ നോക്കിയപ്പോൾ നന്ദിനിയുടെ ക്ഷമ നശിച്ചു എന്ന് പറയും കേട്ടോ. ഈശ്വര, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കേൾക്കാൻ ആഗ്രഹിച്ച ഏറ്റവും നല്ലൊരു കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരെ അട്ടഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ. ഇവരുടെ ചിരി നന്ദിനി താഴോട്ട് കേൾക്കണം. അപ്പോഴേക്കും നന്ദിനി അടുക്കളയിലെ ഗ്യാസ് ഓഫ് ചെയ്ത് മേലോട്ട് കയറി ചെല്ലാണ്. അങ്ങനെ രാജുവും സൂര്യയും കൂടി നിർത്താതെ ചിരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിർത്താതെ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ആ ചിരി കേട്ടിട്ട് ഇന്ദ്രജയും അതുപോലെ പത്മയും വിജയും ഒക്കെ വരികയാണ്. എന്തിനാടാ നീ ഇങ്ങനെ ചിരിക്കുന്നത്, എന്താ പ്രശ്നം? അപ്പോൾ രാജു തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച പത്മയാണ്. പത്മയെ കണ്ട ഉടനെ തന്നെ താൻ ജ്യൂസ് കൊണ്ടുവന്ന ആ പ്ലേറ്റില്ലേ, അത് താഴോട്ട് വീഴാണ്. ഈശ്വര, പറയാനില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് താഴോട്ട് വീഴാണ്. അപ്പോഴേക്കും വീണ്ടും അത് എന്നൊക്കെ പറഞ്ഞ് രാജു അത് എടുക്കുകയാണ് കേട്ടോ. അപ്പോഴും സൂര്യൻ നിർത്തുന്നില്ല ചിരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ എന്തിനാടാ നീ ചിരിക്കുന്നേ എന്ന് ഇന്ദ്രജ ചോദിക്കുകയാണ്. ഇന്ദ്രജ് അത് ചോദിച്ച പാടെ ഞാൻ എന്തിനാ ചിരിക്കുന്നതെന്ന് നിനക്ക് പറഞ്ഞു തരാം, നീ ഇങ്ങ് വാ എന്ന് പറയണം. അപ്പോഴേക്കും ഇന്ദ്രജ അടുത്തോട്ട് ഇങ്ങനെ പതിയെ ചിരിച്ചും കൊണ്ട് സൂര്യയുടെ അടുത്ത് എത്തിയതും കാരണം നോക്കി ഒന്നങ്ങ് കൊടുക്കുമ്പോൾ പത്മ, എന്താണ് നീ കാണിച്ചത്? ഇതുപോലെ ഒരു എരണം കെട്ട ജന്മത്തെ നിങ്ങൾ പ്രസവിച്ചത് നിങ്ങൾ ഖേദിക്കുന്ന ഒരു ദിവസം വരും, അത് ആലോചിച്ചോ. എന്തിനാണ് നീ എൻ്റെ കുഞ്ഞിനെ അടിച്ചത്? അപ്പോഴേക്കും ഇന്ദ്രജയുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പോയത് കൊണ്ട് തന്നെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. തനിക്ക് വേദന സഹിക്കുന്നില്ല. താൻ അത്രയും പ്രതീക്ഷിക്കാത്ത ഒരു അടി കിട്ടിയിരിക്കുക. അത് ശരിക്കും വിജയ്ക്കും കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിജയുടെ ആ പല്ലൊക്കെ വേദനിക്കുന്ന പോലെ വിജയ്ക്കും തോന്നാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രജ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു എരണം കെട്ടവൾ എവിടെയെങ്കിലും ഉണ്ടാവുമോ? സ്വന്തം കൂടപ്പിറപ്പിനെ പടക്കം പൊട്ടിച്ച് കൊല്ലാൻ നോക്കിയ എരണം കെട്ടവളാണ് ഇവള് അന്നത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ, അതല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കാല് മുറിച്ച് കളഞ്ഞെങ്കിലോ, ഒരുപക്ഷെ എനിക്ക് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും എണീക്കാൻ പറ്റാതെ കോമയിൽ കിടന്നെങ്കിലും, അതൊക്കെ ഞാൻ കിടന്നാൽ ഇവൾ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ലേ, ഇവൾക്ക് ആവശ്യം അതല്ലേ, ഇവൾക്ക് എന്നെ കൊന്ന് പലതും നേടാനുണ്ടെന്ന് എനിക്കറിയാം, ഇതൊന്നും ഞാൻ അറിയില്ലെന്നാണ് വിചാരിച്ചത്. അത് കേട്ട ഉടനെ പത്മ പറയണേ, എന്നോട് ആരാടാ അത് പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. അപ്പോഴേക്കും നന്ദിനി അവിടെ എത്തട്ടോ. നന്ദിനി വന്നത്, ഈശ്വര ഞാൻ പെട്ടല്ലോ, എനിക്ക് വരേണ്ടായിരുന്നു എന്ന ലെവലിൽ നന്ദിനി നിൽക്കുമ്പോൾ ഉടൻ തന്നെ പത്മ പറയണേ, ഈ എരണം കെട്ടവളായിരിക്കും നിന്നോടിലെ പറഞ്ഞത്. അപ്പോഴേക്കും നന്ദിനി, എൻ്റെ ചെല്ലക്കുട്ടിക്ക് വന്നേ, എൻ്റെ കരളങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ നന്ദിനി പതിയെ അങ്ങ് മാറി, അവിടെ വിജയ് നിൽക്കുന്നുണ്ട് കേട്ടോ. വിജയ് ഒന്നങ്ങ് മാറി നിന്നേ, അളിയനൊന്നങ്ങ് മാറി നിന്നേ എന്ന് പറയുമ്പോൾ വിജയ് മാറി നിൽക്കുന്നു. നന്ദിനി കയറി വരുന്നു. എന്നിട്ട് നന്ദിനിയോട് പറയണേ, എൻ്റെ ചെല്ലക്കുട്ടി എൻ്റെ കരളാണ്, നീ എൻ്റെ മുത്താണ് എന്നുള്ളത് തെളിയിച്ചോ. ഇതുപോലെ വൃത്തികെട്ടവളെ അടിക്കാനുള്ള ആ ഒരു ധൈര്യം എപ്പോഴും നിനക്ക് വേണം, അതാണ് വേണ്ടത്. എങ്കിലാണ് ഇവരൊക്കെ പാഠം പഠിക്കുള്ളൂ. ഒരടിക്ക് രണ്ടടി എന്ന രീതിയിലായിരിക്കണം. അപ്പോഴാണ് നീ സൂര്യയുടെ അന്തസ്സിന് ചേർന്ന പെണ്ണാവുന്നത്.
എന്ന് നന്ദിനിയോട് പറയുമ്പോൾ പത്മ പറയണേ, എടാ ഈ വൃത്തികെട്ടവൾ പറഞ്ഞത് കേട്ട് നിൻ്റെ കൂടപ്പുറപ്പിന് അതാണ് നിങ്ങൾക്ക് ബുദ്ധിയും വിവരവും ഇല്ലെന്ന്. ഇവൾ ചെയ്യുന്നത് ഞാൻ പോലും കണ്ടതാണ്. ഇവൾ പടക്കം എറിയുന്നതും പടക്കം ഉരുണ്ട് വരുന്നതും ഞാൻ കണ്ടതാണ്. ഇവൾക്ക് ക്രൂരത മാത്രമേ അറിയുള്ളൂ. ഇവൾ ഒരു നാൾ എല്ലാവർക്കും അതായത് ഭീഷണിയായി തന്നെ ഇവൾ വരും, എല്ലാവർക്കും പേടിയായി തന്നെ ഇവളിൽ വരും എന്നൊക്കെ പറയുമ്പോൾ ഈശ്വരാ പറയാൻ വാക്കുകളില്ല. അത്രയും പേടിയോടുകൂടി ഇന്ദ്രജയും അതുപോലെ വിജയും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ.